ഹലോ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യയിലെ ആദ്യത്തെ ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് ഗ്രോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഓഹരികൾ തന്നെയുണ്ട്. ഇന്ത്യയുടെ ഗ്രോത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ വരും വർഷങ്ങളിൽ ഇപ്പോൾ ഏത് സ്റ്റോക്ക് അല്ലെങ്കിൽ സെക്ടർ ആവും ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് ആലോചിക്കാം. പക്ഷേ നിക്ഷേപിക്കും മുമ്പ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. growmf.in/tmi ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കും മുമ്പ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെന്റ്സ് കെയർഫുള്ളി. ഹായ് എവ്രിവൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് ലഭിച്ച 5 ലക്ഷം ടാക്സ് പേസിൽ ഒരാളാണോ നിങ്ങൾ? ആണെങ്കിൽ അത് ശരിക്കും വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ ഭാവിയിൽ എങ്ങനെ ഇങ്ങനെയുള്ള നോട്ടീസൊക്കെ എനിക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന്. ഇനിയിപ്പം നോട്ടീസ് കിട്ടാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് നല്ല കാര്യം തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ടാക്സ് ലോന്റെ ഒക്കെ ശരിയായ സൈഡിലേക്ക് എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ നോട്ടീസൊക്കെ വന്ന് ഫ്യൂസ് അടിച്ച് നിൽക്കുന്ന അവസ്ഥയൊക്കെ എങ്ങനെ ഒഴിവാക്കണം എന്നറിയാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള ഒരു കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തേക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റിനെ കുറിച്ച് എല്ലാം നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ബട്ട് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയും കൂടി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഡെയിലി ബേസിസിൽ നിങ്ങൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് നിങ്ങൾ നടത്താറുണ്ടോ? അപ്പോൾ നിങ്ങൾ അടുത്ത ട്രാൻസാക്ഷൻ നടത്തും മുമ്പ് 2 തവണ ചിന്തിച്ചിട്ടാണ് നിങ്ങൾ അത് ചെയ്യാൻ. അപ്പോൾ ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടാണ് സ്ക്രൂട്ടിനി ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ ഇടയ്ക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും പല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസ്, ബാങ്ക്, അതുപോലെ ബ്രോക്കറേജ് പ്ലാറ്റ്ഫോം ഒക്കെ ക്യാഷ് ട്രാൻസാക്ഷനിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം അവർ ക്യാഷ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ലിമിറ്റ് മറികടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വന്നേക്കാം. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഇതിന്റെ ആൻസർ ഇത്രേ ഉള്ളൂ: കറപ്ഷൻ നിർത്തുക, അതുപോലെ തന്നെ ടാക്സ് തട്ടിപ്പൊക്കെ ഒഴിവാക്കുക. അപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ഇപ്പം കാരണം ഈ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ ബ്ലാക്ക് മണി, അതുപോലെ ടാക്സ് വെട്ടിപ്പിലേക്കൊക്കെ പോകാം. സോ ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഗവൺമെന്റ് വിശ്വസിക്കുന്നത് ഇതൊരു ട്രാൻസ്പെറന്റ് ബിസിനസ് പ്രാക്ടീസിലേക്ക് പ്രോത്സാഹിപ്പിക്കുമെന്നാണ്. സോ ഇങ്ങനെ ലിമിറ്റ് കടന്നുള്ള ട്രാൻസാക്ഷൻ നടത്തിയാൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അപ്പോൾ ക്യാഷ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ ചെറുതാണെങ്കിൽ പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് ലഭിച്ചേക്കാം. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടീസിന് മറുപടി നൽകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ട്രാൻസാക്ഷന്റെ പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ മേൽ പെനാൽറ്റി ചാർജ് ചെയ്യാം. അപ്പം നിങ്ങൾ ഓർക്കുക, ലിമിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ക്യാഷ് ലഭിക്കുവാണ്, അല്ലെങ്കിൽ ലിമിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിലും അത് പണീഷബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ലഭിച്ച എമൗണ്ട് അല്ലെങ്കിൽ അടച്ച എമൗണ്ടിന്റെ 100% വരെ നിങ്ങൾക്ക് പെനാൽറ്റി ചാർജ് ചെയ്യപ്പെടാം ഈ ഒരു അവസ്ഥയിലൊക്കെ. അപ്പം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ്, അതായത് ലിമിറ്റ് എക്സീഡ് ചെയ്ത് ക്യാഷ് ഇടപാടുകൾ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. സോ കുറേ നേരമായിട്ട് ക്യാഷ് ലിമിറ്റ് എന്ന് ഞാൻ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ക്യാഷ് ലിമിറ്റ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? സോ പല ക്യാഷ് ട്രാൻസാക്ഷന്റെ ലിമിറ്റുകളുണ്ട്. സോ ഇത് കാരണം നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് ലഭിച്ചേക്കാം. സോ ഏതൊക്കെയാണ് ഈ ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ഡിപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ലിമിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സേവിങ്സ് അക്കൗണ്ടിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിലധികം സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എല്ലാ സേവിങ്സ് അക്കൗണ്ടിലും കൂടി 10 ലക്ഷം രൂപയെ കൂടുതൽ നിങ്ങൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പം നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് നോട്ടീസ് നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അപ്പം കറന്റ് അക്കൗണ്ടിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതലോ കറന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ എല്ലാ കറന്റ് അക്കൗണ്ടിലും കൂടി ആയിട്ട് 50 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാഷ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോവൽ 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അതോറിറ്റീസിലേക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം ഇത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ 1 കോടി വരെ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ 2% TDS അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ 20 ലക്ഷത്തിന് മുകളിലുള്ള വിഡ്രോവലിന് 2% TDS വരും. അപ്പോൾ സെയിം ഫൈനാൻഷ്യൽ ഇയർ തന്നെ 1 കോടി രൂപയെ കൂടുതൽ വിഡ്രോവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 5% ആയിരിക്കും TDS വരുന്നത്. ഇനി ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് 10 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇനി നമുക്ക് ചില ലോൺ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ
ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് നോക്കാം. സപ്പോസ് നിങ്ങൾ വേറൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു ലോൺ എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കോ. അപ്പോൾ ഇവിടെ നിങ്ങൾ 20,000 രൂപയെ കൂടുതലുള്ള ക്യാഷ് എമൗണ്ട് ലോൺ ആയിട്ടോ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ആയിട്ടോ നിങ്ങൾ എടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ലോൺ റീപേ ചെയ്യുമ്പോൾ ലോൺ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് 20,000 രൂപ ക്യാഷ് ആയിട്ട് കൂടാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെ കുറിച്ച് വേണ്ടി നമുക്ക് സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാണ്, അതായത് 30 ലക്ഷം രൂപയിലധികം ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി രജിസ്ട്രാർ ടാക്സ് അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സപ്പോസ് നിങ്ങളിപ്പം ചെന്നൈയിൽ ഒരു വീട് വാങ്ങാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ വരുന്നത് 40 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങളും സെല്ലറും തമ്മിൽ വിലയൊക്കെ ഉറപ്പിച്ചു. അപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കാമെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രോപ്പർട്ടി രജിസ്ട്രാറിൻ്റെ അടുത്ത് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി രജിസ്ട്രാർ റൂൾ പ്രകാരം നോക്കുമ്പോൾ 30 ലക്ഷം രൂപയിൽ കൂടുതലുണ്ട് ട്രാൻസാക്ഷൻ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ട്രാൻസാക്ഷന്റെ റിപ്പോർട്ട് ടാക്സ് അതോറിറ്റിയിലേക്ക് അയക്കണം. അപ്പോൾ ടാക്സ് അതോറിറ്റീസ് ഇത് റെക്കോർഡ് ചെയ്യും അവരുടെ അടുത്ത്. എന്നിട്ട് കൂടുതൽ എന്തെങ്കിലും വിവരം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ വിൽപ്പനക്കാരന്റെ അടുത്തോ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രോപ്പർട്ടി സംബന്ധിച്ചുള്ള ക്യാഷ് ഇടപാടുകൾ ഫോം 26AS റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നതാണ്. സോ എന്താണ് ഫോം 26AS എന്ന് പറഞ്ഞാൽ? ഫോം 26AS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ TDS, അഡ്വാൻസ് ടാക്സ് അടച്ചത്, അതുപോലെ TCS ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു ആനുവൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഫോം 26AS എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽസിന്റെ ലിമിറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ മിക്കപ്പോഴും പേയ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ക്രെഡിറ്റ് കാർഡ് ബില്ല് ഒരു ഫൈനാൻഷ്യൽ ഇയർ 1 ലക്ഷമോ അതിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇനിയിപ്പം ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ക്രെഡിറ്റ് കാർഡ് ബില്ല് സെറ്റിൽ ചെയ്യാൻ വേണ്ടി 10 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ ക്യാഷ് പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അത് ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചേക്കാം. ഇതൊക്കെ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഫോം 61A ഫയൽ ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യാം. സോ എന്താണ് ഫോം 61A? ഇപ്പോൾ ഫോം 61A നിങ്ങൾക്ക് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ സ്പെസിഫൈഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ SFT ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇപ്പോൾ ITR ഫയൽ ചെയ്യാൻ നേരത്ത് ഇത് ഫോം 26AS നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓർക്കണം. അല്ലെങ്കിൽ ഇൻകം ടാക്സ് നോട്ടീസ് ഒക്കെ വരാൻ നിങ്ങൾക്ക്. ഇനിയിപ്പം ഇൻവെസ്റ്റ്മെന്റ്സ്, ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഡിബഞ്ചേഴ്സ്, അതുപോലെ ബോൺസിലൊക്കെ ലിമിറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്, ഡിബഞ്ചേഴ്സ്, അതുപോലെ ബോണ്ടിലേക്കൊക്കെ ക്യാഷ് ആയിട്ട് 10 ലക്ഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഈ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ഫൈനാൻഷ്യൽ ഇയറിലേക്കാണ്. അതുപോലെ തന്നെ ക്യാഷ് ആയിട്ട് 10 ലക്ഷത്തിൽ കൂടുതൽ ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പാടില്ല. സോ ഈ ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇൻവെസ്റ്റിഗേഷൻ വരാം. ഇനി ബാക്കിയുള്ള ക്യാഷ് ട്രാൻസാക്ഷനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഒരു ദിവസം ഒരു വ്യക്തിയിൽ നിന്ന് 2 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാർഡ് പേയ്മെന്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി എടുക്കാം. സോ എന്തെങ്കിലും വാങ്ങാനായിട്ട് 2 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ഡ്രാഫ്റ്റുകൾ വാങ്ങുകയോ ഓർഡറുകൾ നൽകുകയോ ബാങ്കിന്റെ ചെക്ക് പണമായി വാങ്ങുകയോ ചെയ്താൽ മൊത്തം തുക ഒരു വർഷം 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് കിട്ടിയേക്കാം. ഇനിയിപ്പം എക്സംഷൻ അല്ലെങ്കിൽ ഡിഡക്ഷന്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ആയിട്ട് ഒരു ദിവസം നിങ്ങൾ 10,000 രൂപയിൽ കൂടുതൽ ക്യാഷ് പേയ്മെന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നുള്ള ടാക്സബിൾ ഇൻകം കാൽക്കുലേഷനിൽ ഈ ഒരു പേയ്മെന്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരു അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെൻസ് വരുവാണ്, അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 10,000 രൂപയിൽ കൂടുതൽ ക്യാഷ് പേയ്മെന്റ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ ഒരു എക്സ്പെൻസ് അസറ്റിന്റെ ആക്ച്വൽ കോസ്റ്റിൽ കൂട്ടുന്നതല്ല, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഡിപ്രീസിയേഷൻ ബെനിഫിറ്റ് അവൈലബിൾ ആയിരിക്കില്ല എന്ന്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം. രജിസ്റ്റേർഡ് ട്രസ്റ്റ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് 2,000 രൂപയിലധികം ക്യാഷ് ഡൊണേഷൻ ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 80Gന്റെ കീഴിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അലൗഡ് അല്ല. ഇനിയിപ്പം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും, മിക്ക ആളുകൾക്കും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രീമിയം ക്യാഷ് ആയിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 80Dന്റെ കീഴിൽ ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇനി അടുത്ത് സയന്റിഫിക് റിസർച്ച് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിലേക്ക് 2,000 രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സെക്ഷൻ 80GGAന്റെ കീഴിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇനി ആസ് ആൻ എംപ്ലോയർ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും, നിങ്ങളിപ്പോൾ ഒരു പുതിയ ആളെ ജോലിക്ക് വെക്കുകയാണെങ്കിൽ അഡീഷണൽ എംപ്ലോയി കോസ്റ്റിന് 30% നിങ്ങൾക്ക് എംപ്ലോയി കോസ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻ നിങ്ങൾ ഫുൾഫിൽ ചെയ്താൽ. അപ്പം ഇത് സെക്ഷൻ 80JJA പ്രകാരമാണ് വരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളിപ്പോൾ ക്യാഷിലാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഡിഡക്ഷൻ ഇവിടെ അനുവദിക്കുന്നതല്ല. സോ ഇതൊക്കെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തേക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ്. സോ നിങ്ങൾക്കിപ്പം ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള ഒരു റീസൺ മാത്രമാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ബോണസ് സെക്ഷനാണ് ഞാൻ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങളുടെ ഇൻകം ടാക്സ് ടാക്സിബിൾ ലിമിറ്റിനേക്കാളും കുറവാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് സിറ്റുവേഷൻസ് എന്നുള്ളത് ഞാൻ ഇനി പറയാം. അപ്പോൾ ഇൻകം ടാക്സ് നൽകുന്ന ഡിഡക്ഷന്
മുമ്പ് നിങ്ങളുടെ മൊത്തം ടാക്സബിൾ ഇൻകം കൂടുതലാണെങ്കിൽ ITR നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഫയൽ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വർഷം 1 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ITR നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ITR ഫയൽ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വർഷം 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ITR നിങ്ങൾ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ഓവർസീസ് അസറ്റ്സ് ഉണ്ടെങ്കിലും ITR നിങ്ങൾ ഫയൽ ചെയ്യണം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ക്യാഷ് ആണ് കിങ് എന്ന്. പക്ഷേ ഈ കിങ് ഇടയ്ക്ക് പ്രശ്നക്കാരനായിട്ടും വരാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്യാഷ് ഡീലിങ്സ് നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് അത് അവസാനിക്കും. അപ്പോൾ ബ്ലാക്ക് മണി അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ പേരിനൊരു മോശം ഇമേജ് മാത്രമല്ല, സൊസൈറ്റിക്ക് തന്നെ ഇത് മോശമാണ്. സോ നിങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഈവൻ ക്രിമിനൽ പ്രോസിക്യൂഷൻസിലേക്ക് വരെ അത് പോകാം. സോ അതുകൊണ്ട് തന്നെ ക്യാഷ് ഇടപാടുകളൊക്കെ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാം. സോ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്കിതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.